പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പാഠം ദി സീഡ്ലിംഗ് എന്ന കവിതയെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് കവിതയുടെ വരികളും അവയുടെ അർത്ഥങ്ങളും നോക്കാം. The seedling. As a quiet little seedling lay within its darksome bed, to itself it fell a-talking, and this is what it said. I am not so very robust, but I'll do the best I can. വിത്ത്. ഒരു കൊച്ചു വിത്ത് അതിന്റെ ഇരുണ്ട കിടക്കയിൽ കിടക്കുമ്പോൾ അത് തന്നോട് തന്നെ സംസാരിച്ചു. ഇങ്ങനെയാണ് അത് പറഞ്ഞത്: ഞാൻ അത്ര ശക്തനല്ലായിരിക്കാം, എന്നാലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യും. And the seedling from that moment, its work of life began. So it pushed a little leaflet up into the light of day, to examine the surroundings and show the rest the way. The leaflet liked the prospect, so it called its brother stem. ആ നിമിഷം മുതൽ ആ വിത്ത് അതിന്റെ ജീവിതകർമ്മം തുടങ്ങി. അങ്ങനെ അതൊരു ചെറിയ ഇലയെ ദിവ്യപ്രകാശത്തിലേക്ക് തള്ളിവിട്ടു, ചുറ്റുമുള്ളതൊക്കെ ഒന്ന് നോക്കാനും ബാക്കിയുള്ളവർക്ക് വഴി കാണിക്കാനും. ഇലയ്ക്ക് കാഴ്ച ഇഷ്ടപ്പെട്ടപ്പോൾ അതവന്റെ സഹോദരൻ തണ്ടിനെ വിളിച്ചു. Then 2 other leaflets heard it and quickly followed them. To be sure, the haste and hurry made the seedling sweat and pant, but almost before it knew it, it found itself a plant. വേറെ 2 ഇലകൾ അത് കേട്ട് പെട്ടെന്ന് അവരെ പിന്തുടർന്നു. ഈ ധൃതിയും തിടുക്കവും കാരണം വിത്ത് നന്നായി കിതച്ചു. പക്ഷെ അറിയാതെ തന്നെ അതൊരു ചെടിയായി മാറി. The sunshine poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. Little folks, be like the seedling. Always do the best you can. സൂര്യരശ്മി അതിൽ പതിച്ചു, മേഘങ്ങൾ അതിന് മഴ നൽകി. ആ കൊച്ചുചെടി വളർന്നുകൊണ്ടേയിരുന്നു, അതൊരു പൂവായി മാറുന്നതുവരെ. കൊച്ചുകൂട്ടുകാരെ, വിത്തിനെ പോലെയാവുക. എപ്പോഴും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുക. Every child must share life's labor just as well as every man, and the sun and showers will help you through the lonesome struggling hours, till you raise to light and beauty virtue's fair unfading flowers. ഓരോ കുട്ടിയും ജീവിതത്തിലെ അധ്വാനം പങ്കിടണം, ഓരോ മനുഷ്യനെയും പോലെ. നിങ്ങളുടെ ഒറ്റപ്പെട്ട കഷ്ടപ്പാടുകളുള്ള സമയങ്ങളിൽ സൂര്യനും മഴയും നിങ്ങളെ സഹായിക്കും. അതുവഴി വെളിച്ചത്തിലേക്കും സൗന്ദര്യത്തിലേക്കും നന്മയുടെ മങ്ങാത്ത പൂക്കൾ നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കും. ഇനി നമുക്ക് കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യാം. പോൾ ലോറൻസ് ഡൺബാർ രചിച്ച ദി സീഡ്ലിംഗ് എന്ന കവിത പ്രയാസങ്ങളെ അവസരങ്ങളായി കാണാൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി നേടാൻ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കവിതയുടെ ആശയം ഒരു ചെറിയ വിത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഇരുണ്ട മണ്ണിൽ കിടക്കുന്ന ഈ വിത്ത് തനിക്ക് അത്ര കരുത്തില്ലെങ്കിലും തന്നാൽ കഴിയുന്നത്ര നന്നായി പരിശ്രമിക്കുമെന്ന് സ്വയം പറയുന്നു. ആ നിമിഷം മുതൽ അതതിന്റെ ജീവിത ദൗത്യം ആരംഭിക്കുന്നു. തുടർന്ന് വിത്ത് ഒരു ചെറിയ ഇലയെ മണ്ണിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തള്ളിവിടുന്നു. ഈ ഇല പുറംലോകം ഇഷ്ടപ്പെട്ടപ്പോൾ അതതിന്റെ സഹോദരനായ തണ്ടിനെയും മറ്റു 2 ഇലകളെയും പുറത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നു. ഈ തിരക്കും തിടുക്കവും വിത്തിനെ അക്ഷരാർത്ഥത്തിൽ വിയർപ്പിക്കുകയും കിതപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഒരു ചെടിയായി മാറുന്നു. പിന്നീട് സൂര്യപ്രകാശവും മഴയും ലഭിച്ച് ഈ ചെറിയ ചെടി വളർന്നൊരു പൂവായി വിരിയുന്നു. കവിതയുടെ അവസാന ഭാഗത്തിൽ ഈ വിത്തിനെ പോലെ ആകാൻ കവി നമ്മളോട് ആവശ്യപ്പെടുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മളുടെ കഴിവിന്റെ പരമാവധി ചെയ്യണമെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് നന്മയുടെ സുന്ദരമായ വാടാത്ത പൂക്കൾ വിരിയിക്കാൻ സൂര്യനും മഴയും നമ്മളെ സഹായിക്കുമെന്ന് കവി പറയുന്നു. ഇനി നമുക്ക് ഈ കവിയെക്കുറിച്ച് അല്പം ചർച്ച ചെയ്യാം. പോൾ ലോറൻസ് ഡൺബാർ. പോൾ ലോറൻസ് ഡൺബാർ 1872-1906 വരെ അമേരിക്കൻ കവിയും നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്നു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിനു മുമ്പ് കെൻഡക്കിയിൽ അദ്ദേഹം അടിമയായിരുന്നു. തന്റെ 16-ാം വയസ്സിൽ അവർ മാറ്റിയേഡ് സോൾജേഴ്സ് എന്ന ആദ്യ കവിത അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ഡൺബാർ. റൈറ്റ് സഹോദരന്മാരുടെ ദ ടാറ്റ്ലർ എന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമായ ഓക്ക് ആൻഡ് ഐവി 1893 പ്രസിദ്ധീകരിച്ചു. കൂടാതെ നിരവധി കവിതാ സമാഹാരങ്ങളും ചെറുകഥകളും 4 നോവലുകളും ഒരു നാടകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബൈ.